പെരുമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫലങ്ങളാണ് ശരിക്കും. ഫലങ്ങളെന്ന് പറയാൻ എന്താ? ഗലാത്യർ 5:22 എടുത്തേ. ഗലാത്യർ 5:22 എടുത്തേ. ശ്രുതികട ഹല്ലേലൂയ 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 ഗലാത്യ 5:22 എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അതായത് ഇതാണ് ബിഹേവിയർ എന്ന് പറയണത്. ബിഹേവിങ്. അപ്പം നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ ബൈബിൾ സ്വീകരിച്ചില്ലെങ്കിലും ചില ആൾക്കാർക്ക് ജന്മന ഉള്ളതാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാരുണ്ട്, നന്മയുണ്ട്, വിശ്വസ്തതയുണ്ട്, ആത്മസംയമനമുണ്ട്. അത് ക്ലൈമറ്റ് വെർച്യൂസ് എന്ന് പറയും. ഞാൻ അതിനങ്ങനെ വിളിക്കണേ, ക്ലൈമറ്റ് വെർച്യൂസും അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ വെർച്യൂസ്, ഭൂമിശാസ്ത്രപരമായ പുണ്യങ്ങൾ. അതെന്താ കാര്യം? ഇപ്പം ഈ കോതമംഗലത്തുകാരെ കണ്ടിട്ടുണ്ട്, എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ളതാണ്. അവരുടെ വർത്തമാനങ്ങൾക്ക് വളരെ ശാന്തവും സൗമ്യവും ഒക്കെയാണ് സംഭവം. ഞാൻ വായിച്ചു ചെയ്തിട്ടുണ്ട് പഠിക്കണ കാലത്ത്. പഠിക്കണ അവർ വളരെ ഒരു പ്രത്യേക ഡെസിമൽ സൗണ്ടിൽ അവർ ഉയർത്തി അവർ സംസാരിക്കത്തില്ല. സംസാരിക്കുന്ന വാക്കുകളിൽ തന്നെ അതിൻ്റെ അകത്ത് പ്രതിപക്ഷ ബഹുമാനം ആവശ്യത്തിന് ഏറെ ഉണ്ടാവും. അതെന്താണ്? ആ ജിയോഗ്രഫിക്കൽ വെർച്യൂസാണ്, ഭൂമിശാസ്ത്രപരമായ പുണ്യങ്ങൾ. പക്ഷെ ഇത് നമ്മൾ ബൈബിളിലെ പുണ്യങ്ങളെന്ന് പറയുന്നത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെ നീ ആർജിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതിയായി. ഇപ്പോൾ ഇന്നലത്തെ തിരുനാളില്ലേ, അതെന്തായിരുന്നു? ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ തിരുനാളായിരുന്നു ഇന്നലെ നമ്മൾ സഭ ആചരിച്ചത്. അതുകൊണ്ട് ഈശോ എപ്പോഴും പറയും, നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ, ക്ഷമിക്കുമ്പോൾ എൻ്റെ നാമത്തെ പ്രതി. ഒന്ന് ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ സൗമ്യമായ കാലാവസ്ഥയിലും സൗമ്യമായ ഭൂപ്രകൃതിയിലും ജീവിക്കുന്നവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സൗമ്യത സ്വഭാവത്തിലുണ്ടാകും. അതുപോലെ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവർക്കും ഉണ്ടാകും ഇതുപോലെയുള്ള. ഇപ്പം ഗാന്ധിയൊക്കെ ഏതായാലും ഇംഗ്ലണ്ടിൽ പോയപ്പോൾ തന്നെ ആടിനെയും കൊണ്ട് കപ്പലിൽ കയറിയ പാർട്ടിയാണ്. അവിടെ പോയി സ്വന്തമായിട്ട് ആടിനെ പാല് കറന്ന് കുടിച്ച പാർട്ടിയാണ്. അപ്പോൾ ഈ സ്ട്രിക്റ്റ് വെജിറ്റേറിയനാണ്. അപ്പോൾ അവർ മറ്റേ കാരണം കാണിച്ചു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമാണ്. അത് ആ ഭക്ഷണ പദാർത്ഥവും പെരുമാറ്റവും തമ്മിൽ കുറേ ബന്ധങ്ങളുണ്ട്. പക്ഷെ ഒരു നോൺ വെജിറ്റേറിയനാണ് ക്ഷമ കാണിച്ചെന്ന് പറഞ്ഞാൽ അത് അവനോട് തന്നെ നല്ല ശരിക്കും ഫൈറ്റ് ചെയ്താൽ മാത്രമേ അവനെ അത് ക്ഷമ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഒരു റഫ് സീസണിൽ ഇപ്പം കടലുമായിട്ട് മല്ലടിക്കുന്നവനോട് പതുക്കെ സംസാരിക്കാൻ ഞാൻ സംസാരിക്കത്തില്ല. കായലോരത്ത് സംസാരിക്കുന്നവരോട് അല്ലെങ്കിൽ മലയിടുക്കി സംസാരിക്കുന്നവരോട് ഒരു അയൽവാസിയോട് സംസാരിക്കുന്നത് ഭയങ്കര സ്വരത്തിലായിരിക്കും. അവൻ നമ്മുടെ മുറി വന്നാൽ ആ സ്വരത്തിൽ സംസാരിക്കും. ഇപ്പം ഒരു അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ചങ്ങലപ്പെട്ടിട്ട് അപ്പുറത്തേക്ക് താമസിക്കണത്, ഇവിടുന്ന് കൂബിയാലേ കേൾക്കത്തുള്ളൂ. പക്ഷെ അങ്ങനെ സംസാരിച്ച് മലയോരത്ത് സംസാരിക്കുന്നവരും കടലിൽ സംസാരിക്കുന്നവരുമൊക്കെ അവിടെ ഭൂപ്രകൃതി വ്യത്യാസമുണ്ട്. അവർ സ്വഭാവത്തിനും റഫ്നെസ് ചിലപ്പോൾ വരും. പക്ഷെ അതൊന്നും ദൈവിക വിഷയത്തിലല്ല. ദൈവ വിഷയം നേരെ ഇങ്ങനെ നമ്മുടെ പ്രകൃതി പ്രതികൂലമായിട്ടും നമ്മൾ ക്രിസ്തുവിനെ പ്രതി, അവിടെ ക്രിസ്തുവിൻ്റെ പേരിലെടുക്കുന്ന മാത്രമേ കൃപയായി മാറത്തുള്ളൂ. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് ദൈവം കൊടുക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് ബൈബിൾ പറയണത് എന്താണത്? കർത്താവ് നേടിയെടുത്ത കൃപയായിരിക്കും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ.
മർക്കോസ് 9:41. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ അവൻ നേടിയെടുത്ത കൃപയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ വാക്ക്, നിങ്ങൾ സൗമ്യത കാണിച്ചു, ക്ഷമ കാണിച്ചു, കരുണ കാണിച്ചു എന്ന് പറഞ്ഞാൽ ഉടമ്പടിക്ക് ശേഷമുള്ള ബിഹേവിയർ പാറ്റേൺ ചേഞ്ച് ചെയ്യുകയാണ്. ഉടമ്പടിക്ക് ശേഷം നിങ്ങൾ ഉടമ്പടിയിലാണെന്നറിയണമെങ്കിൽ നിങ്ങളുടെ ബിഹേവിയർ പാറ്റേൺ എന്തുമാത്രം ചേഞ്ച് ചെയ്തു. കർത്താവ് പറഞ്ഞില്ലേ, ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴമോ. Take the word of God. Sudhikada hallelujah. Hallelujah, hallelujah, hallelujah. Shwe hallelujah, hallelujah. Hallelujah, hallelujah. Shwe mahatma. Aradhana. Yeshuve aradhana. 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 Yeshuve aradhana. മത്തായി 7:16. മത്തായി 7:16. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? അപ്പം സ്വാഭാവികമായ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു രീതിയാണ്. എന്താണ്? ഞെരിഞ്ഞിൽ നിന്ന് മുന്തിരിപ്പഴം കിട്ടത്തില്ല, മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴം കിട്ടത്തില്ല. പക്ഷേ ഒരു മനുഷ്യൻ ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിലാകുകയാണ്. ക്രിസ്തുവിലാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഞെരിഞ്ഞിൽ മുന്തിരിപ്പഴവും അതുപോലെ തന്നെ അത്തിപ്പഴത്തെ കാര്യം എന്നാ പറഞ്ഞേ? അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? ഇത് പ്രകൃതിയിലുള്ള സ്വാഭാവികതയാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? അപ്പം വിശേഷവിധിയായി ഈ ബിഹേവിയർ പാറ്റേണിലേക്ക് വരുമ്പോഴേ ദൈവമായിട്ട് നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ മുൾച്ചെടി ആണെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ നിന്ന് ദൈവം മുന്തിരിപ്പഴം വരണം, സൗമ്യത, ശാന്തതയൊക്കെ വരണം. ഇത് നമ്മോട് തന്നെയുള്ള, അപ്പം നമ്മൾ ഉടമ്പടിയിലാകാൻ വേണ്ടി ഒരു രക്തസാക്ഷി ആകണ പോലെയാണ്. ഉടമ്പടിയിലാകാൻ വേണ്ടി നമുക്ക് എന്താ മുതൽ മുടക്ക്? അപ്പോൾ നിങ്ങൾ പറയും 100 രൂപയുടെ മുടക്കുണ്ട്, കുറച്ച് പത്രം മേടിക്കണം, 2 തിരി മേടിക്കണം, അതെല്ലാം മുടക്ക്. പിന്നെ എന്താ മുടക്ക്? അതായത് ക്രിസ്തുവിനെ നമ്മുടെ പക്ഷത്ത് നിർത്താൻ. ആ യേശു ക്രിസ്തു നമ്മുടെ പക്ഷത്താണെങ്കിലെന്നല്ല വചനം, എൻ്റെ പാടല്ലേ. ക്രിസ്തുവിനെ നമ്മുടെ പക്ഷത്ത് നിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴം ഉണ്ടാക്കുന്നത്, ആ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴം ഉണ്ടാക്കുന്നത്. എന്താണ്? നമ്മൾ സ്വഭാവത്തെ റഫാണ്, നമ്മൾ സ്വഭാവത്തെ അർത്ഥമായി കുപ്പ് ചേക്കാത്തവനാണ്, ചാണാത്തിൽ 4 വെച്ച് നക്കെടുക്കുന്ന പിശുക്കനാണ്. പക്ഷേ വെൻ വി കം ടു കവനൻറ്റ് നമ്മളെന്ത് ചെയ്യും? ഈ ബിഹേവിയർ പാറ്റേൺ തട്ടപ്പാടെ മറിച്ചിട്ട് ക്രിസ്തുവിൻ്റെ നാമം നമ്മളെ തന്നെ അഴിച്ച് പണിയണം. അഴിച്ച് നമ്മുടെ വഴികൾ, രീതികൾ എല്ലാം. ഇതിന് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളെന്നാണ് പറയണത്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ പൊന്നൂശോയ്ക്കും എനിക്ക് ലഭിച്ച ഈ അനുഭവ സാക്ഷ്യം ഈ ഒരു അൾത്താരയിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ റാഫേൽ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ തൃശ്ശൂരിൽ തന്നെ സെൻറ്റ് തോമസ് കോളേജിൽ അധ്യാപികയായി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കോളേജ് അധ്യാപകർക്ക് വേണ്ട യോഗ്യതകളിൽ ഒന്നാണ് PhD പഠനം. അതുമായി ബന്ധപ്പെട്ട് 2017 ഞാൻ എൻ്റെ PhD ഗവേഷണം ഞാൻ ആരംഭിച്ചു. ഞാനൊരു സുവോളജി പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. അതുകൊണ്ട് തന്നെ
ഞാൻ ഗവേഷണത്തിനായി തിരഞ്ഞെടുത്ത വിഷയം ഇരട്ടവാലൻ, അതായത് നമ്മുടെ ബുക്കുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ഇൻസെക്റ്റാണ്. ഇംഗ്ലീഷിൽ അതിനെ സിൽവർ ഫിഷ് എന്നാണ് പറയുന്നത്. ഇരട്ടവാലനിലാണ് ഞാൻ ഗവേഷണം ആരംഭിച്ചത്. ആ ഒരു ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്യാനുള്ള കാരണം, ആ ഒരു മേഖലയിൽ കേരളത്തിൽ ഇന്നോളം ആരും തന്നെ വർക്ക് ചെയ്തിട്ടില്ല, ഗവേഷണം നടത്തിയിട്ടില്ല. ഇന്ത്യയിലും വളരെ റെയറായിട്ട് മാത്രമുള്ള ചെറിയ ചെറിയ ഗവേഷണങ്ങൾ മാത്രമാണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഗൈഡ് എനിക്ക് വേണ്ടിയിട്ട് എല്ലാ സപ്പോർട്ടും തന്നു. അതിൽ നമുക്ക് ഗവേഷണം ആരംഭിക്കാം. കാരണം ആരും ചെയ്യാത്ത ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പം അതിന് കുറച്ചും കൂടിയും റെലവൻസ് കൂടുതലാണല്ലോ. അങ്ങനെ 2017 ഞാൻ ഗവേഷണം ആരംഭിച്ചു. പക്ഷേ 2 വർഷത്തോളം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ ഞാൻ നടത്തി. പക്ഷേ എനിക്ക് മനസ്സിലാക്കി, ഞാൻ കേരളത്തിലുള്ള പല ജില്ലകളിലും നടന്ന് ഈ ഒരു ഇൻസെക്റ്റിനെ മാക്സിമം ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ ഇൻസെക്റ്റിനെ അതിൻ്റെ ഡൈസെക്ഷൻ ചെയ്യണം, മൈക്രോസ്കോപ്പിലൂടെ നമ്മളതിൻ്റെ സ്ട്രക്ചർ പഠിക്കണം. അതിനുശേഷമാണ് അത് ഏത് സ്പീഷീസാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 വർഷം ഞാൻ ഈ ഒരു ഇൻസെക്റ്റുമായിട്ട് എൻ്റെ ലാബിൽ മണിക്കൂറുകളോളം, ദിവസങ്ങളോളം, മാസങ്ങളോളം ഞാൻ ചിലവഴിച്ചു. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിക്കാനോ ഇതിനെ എനിക്ക് ഡൈസെക്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഏതാണെന്നോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് പറഞ്ഞു തരാനായിട്ട് കേരളത്തിൽ ആരും തന്നെ ഇല്ല. ഇന്ത്യയിൽ ഒരേ ഒരാളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ആളായിട്ട് ഞാൻ പല മെയിൽ അയച്ചെങ്കിലും എനിക്ക് പ്രത്യേകിച്ച് കോണ്ടാക്റ്റൊന്നും എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ കഴിവിൽ തന്നെ ഞാൻ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് വീണ്ടും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഞാൻ ചിലവഴിച്ചു. 2017 തുടങ്ങിയ റിസർച്ച് 2022 വരെ ഞാൻ കൊണ്ടുപോയി. പക്ഷേ ഒരു ഇമ്പ്രൂവ്മെൻറ്റും അതിനകത്ത് നടന്നിട്ടില്ല. അപ്പം ഞാൻ ഈ ജൈവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തുന്ന കേരളത്തിലെ പല സീനിയറായിട്ടുള്ള സയൻറ്റിസ്റ്റുമാരുടെ ഉപദേശം തേടാനായിട്ട് ഞാൻ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഞാൻ ഒരു വിസിറ്റ് നടത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു ശാസ്ത്രജ്ഞന്മാരായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവരാദ്യമേ എന്നോട് പറഞ്ഞത്, മോളെ, ഈ ഒരു വിഷയം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിലോ ഇന്ത്യയിലോ ഇതിനെക്കുറിച്ച് വർക്ക് നടക്കുന്നില്ല. പിന്നെ ഇതൊരു വളരെ പ്രിമിറ്റീവായിട്ടുള്ളൊരു ഇൻസെക്റ്റാണ്. ഇതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് മോള് ഇതിലോട്ട് ഇനി മുമ്പോട്ട് പോകണ്ട, പെട്ടെന്ന് തന്നെ ഈ ഒരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് വേറൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം. അത് കേട്ടപ്പോൾ ഞാനാകെ തളർന്നു പോയി. കാരണം ഓൾറെഡി 3 വർഷം അതിനു വേണ്ടിയിട്ട് ഞാൻ സമയം സ്പെൻഡ് ചെയ്തു. കുറേ ജില്ലകളിൽ സന്ദർശിച്ച് കുറേ ഇൻസെക്റ്റുകളെ ഞാൻ കളക്ട് ചെയ്തു. പക്ഷേ എനിക്കൊന്നും തന്നെ എൻ്റെ കഴിവുകൊണ്ട് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും സാധിച്ചില്ല. അപ്പോഴൊക്കെ എൻ്റെ അമ്മ എന്നോട് പറയും, മോള് കൃപാസനത്തിൽ പോയിട്ട് ഒരു ഉടമ്പടിയായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അത് നടക്കുമെന്ന് കൂടെ എന്നോട് പറയാറുണ്ടായിരുന്നെങ്കിലും ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്? അല്ലാണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പറ്റാവുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഞായറാഴ്ചകളിൽ ഞാൻ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനയും പരമാവധി ഞാൻ ഒഴിവാക്കാറില്ല. ബൈബിൾ വായന എനിക്കുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 6 വർഷം മുമ്പോട്ട് പോയിട്ടും എനിക്ക് ഒരു പ്രോഗ്രസ്സും ഉണ്ടായില്ല. അവസാനം ഞാൻ അമ്മ പറഞ്ഞതുപോലെ അമ്മേനെ അനുസരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 2022 നവംബർ മാസത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വിശുദ്ധീകരണം വന്നു. എല്ലാ ദിവസവും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ബൈബിൾ വായനയ്ക്കായിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഞാൻ സമയം ചെലവഴിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് ഞാൻ എൻ്റെ റിസർച്ച് ലാബിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രബന്ധങ്ങൾ ഞാൻ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്ത് വായിക്കും. അപ്പോൾ ഒരു പേര് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അതായത് ഓസ്ട്രേലിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേര് എൻ്റെ മനസ്സിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്, മാധ്യസ്ഥം കൊണ്ട് ഒരു പേര് സ്ട്രൈക്ക് ചെയ്തു, ഡോക്ടർ ഗ്രേം സ്മിത്ത്. അപ്പോൾ എനിക്ക് മാതാവ് ഉള്ളിലിരുന്ന് തന്നെ തോന്നിപ്പിക്കുകയാണ്, ആ ഒരു സയൻറ്റിസ്റ്റിന് മോളൊരു ലെറ്റർ എഴുത്, മോളുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് മോളെ സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ പറഞ്ഞിട്ട് മാതാവ് എന്നെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. എപ്പോഴും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ ഞാൻ പിടിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എൻ്റെ ലാബിൽ തന്നെ ഒരുപാട് റിസർച്ച് സ്കോളേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരും അവരുടെ ഇതുപോലെയുള്ള ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസിൽ
ഫോറിൻ ഓതേഴ്സായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവരത്രയും തിരക്കുള്ള മനുഷ്യരായതുകൊണ്ട് പലപ്പോഴും തിരിച്ചൊരു റിപ്ലൈ കിട്ടാറില്ല. പക്ഷെ മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം ഞാൻ മനസ്സോടെ ഞാനൊരു ഇമെയിലിൽ എൻ്റെ ബുദ്ധിമുട്ട്, ഞാൻ കേരളത്തിൽ നിന്നുള്ളൊരു ഗവേഷകയാണ്, ഞാൻ സിൽവർ ഫിഷിലാണ് വർക്ക് ചെയ്യുന്നത്, പക്ഷേ എനിക്കിതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു മെയിൽ അയച്ചു. വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ വലിയൊരു ലെറ്ററാണ് എനിക്ക് തിരിച്ചു വന്നത്. അപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി. കാരണം ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ആരും മുമ്പോട്ട് വരുന്നില്ല. കാരണം അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മേഖലയാണത്. സിൽവർ ഫിഷിനെ കുറിച്ച് പഠിക്കാനായിട്ട് മുമ്പോട്ട് വരാത്തതും അതിൻ്റെ അത്രയും ഡിഫിക്കൽട്ട് സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. അപ്പോൾ സാറ് എല്ലാ ഹെൽപ്പും വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്ററാണ് എനിക്ക് അയച്ചത്. അതുമാത്രമല്ല, ഞാൻ എൻ്റെ പഠനകാലത്ത് ഈ ഒരു 6 വർഷം കൊണ്ട് പല പേപ്പേഴ്സ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം സ്പാനിഷിലും ലാറ്റിൻ ലാംഗ്വേജസിലൊക്കെയാണ് ഫോറിൻ ഓതേഴ്സ് അത് എഴുതിയിരിക്കുന്നത്. അതൊന്നും ഡൗൺലോഡബിൾ ഫോർമാറ്റിലല്ല. ഡൗൺലോഡ് ചെയ്താലേ എനിക്കിത് വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റഡീസ് എനിക്ക് ഇമ്പോസിബിൾ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് പരിചയപ്പെട്ടപ്പോൾ ഈ വ്യക്തിയിലൂടെ വീണ്ടും മാതാവ് ഇടപെടുകയാണ്. മാതാവ് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തി ഈ ഒരു സ്പാനിഷിലും ലാറ്റിൻസിലും ഉള്ള ഈ ഒരു ലെറ്റേഴ്സെല്ലാം, ഈ പഠനങ്ങളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതെല്ലാം ഒരു പെൻ ഡ്രൈവിലാക്കി എനിക്കത് അയച്ചു തന്നു. ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു അത് ദൈവം, മാതാവ് എവിടെയോ ഇരുന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ശാസ്ത്രജ്ഞന്മാരിലൂടെ വർക്ക് ചെയ്തതാണ്. കാരണം ഒരിക്കലും ഒരു സീനിയറായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞന്മാർ ഒരിക്കലും ഇത്രയും എഫേർട്ട് എടുക്കില്ല. അവരെനിക്ക് കുറേ ഹാർഡ് കോപ്പീസും പെൻ ഡ്രൈവും ഒക്കെ ആക്കി എനിക്ക് അയച്ചു തന്നു. അപ്പോൾ അവർ കുറേ ഡയറക്ഷൻസ് പറഞ്ഞു തന്നു. ഡൈസെക്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ വീണ്ടും പ്രതീക്ഷയോടുകൂടി, മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. പ്രതീക്ഷയോടുകൂടി ഞാൻ മൈക്രോസ്കോപ്പിന് മുമ്പിൽ എത്തുകയാണ്. വീണ്ടും അവർ പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് മൈക്രോസ്കോപ്പിലൂടെ ഇതിനെ ഞാൻ ഡൈസെക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ വീണ്ടും എനിക്ക് എൻ്റെ കണ്ണുകൾ കൊണ്ട് പല സ്ട്രക്ചേഴ്സും കാണാനായിട്ട് പറ്റുന്നില്ല. വീണ്ടും ഞാൻ ഭയങ്കര നിരാശയായി. വീണ്ടും ഞാൻ അപ്പോഴൊക്കെ ഞാൻ ബൈബിളാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഞാൻ ബൈബിളിലോട്ട് കുറച്ചും കൂടി ആഴപ്പെട്ടു. കാരണം മനുഷ്യരോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാർക്കും മനസ്സിലാവില്ല. ആരോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ എന്നോട് തിരിച്ചു പറയുക, എൻ്റെ മോളെന്ന് വെച്ചാൽ തീരെ പറ്റുന്നില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോ, എന്തായാലും ഒരു 3-4 വർഷം നമുക്ക് മിസ്സായി, സാരില്ല, ഇനി നമുക്ക് സമയമുണ്ട്, ഒരു പുതിയ ടോപ്പിക് എടുത്തോ, എന്നിട്ട് അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ആൻസർ മാത്രമാണ് എനിക്ക് തിരിച്ച് കിട്ടുക. അപ്പോൾ ഞാൻ കൂടുതലും ബൈബിൾ വായനയിലോട്ട് കടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എൻ്റെ റിസർച്ച് ലാബിൽ ഞാൻ എൻ്റെ ബൈബിൾ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എനിക്ക് ഡൈസെക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കും. സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കും. അങ്ങനെ വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു വചനം ഇതായിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അധ്യായം 23 വാക്യങ്ങൾ 19-ാം തിരുവചനം, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. അപ്പോൾ അത് എനിക്ക് തന്നൊരു വചനമായിട്ട്, കാരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തൊരു കാര്യം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട്, കാരണം ആ മൈക്രോസ്കോപ്പ് നമുക്കറിയാം ചെറിയ വസ്തുക്കളെ ഒരുപാട് വലുതാക്കി കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് മൈക്രോസ്കോപ്പ്. പക്ഷെ അതിനേക്കാളും പ്രകാശവും വ്യക്തതയുമുള്ള എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ വെച്ചുകൊണ്ട് എനിക്ക് ആ ഒരു സ്ട്രക്ചേഴ്സ് പഠിക്കാൻ പറ്റും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. എല്ലാ ദിവസവും പിറ്റേ ദിവസം മുതൽ ഞാൻ ഡിസെക്ഷനിലേക്ക് വേണ്ടിയിട്ട് വരുമ്പം ഈ ഒരു വചനം, ഒരു നോട്ട്ബുക്ക് ഞാൻ കീപ്പ് ചെയ്ത് ഈ ഒരു വചനം 10 തവണ ഞാൻ എഴുതും. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോ എന്നിലൂടെ ഈശോയുടെ കണ്ണുകൾ പ്രവർത്തിക്കണമേ, ഈ ഒരു സ്ട്രക്ചർ പഠിക്കാനായിട്ടുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഡിസെക്ഷനിലോട്ട് ഇരിക്കുന്നത്. പിന്നീട് എനിക്ക് ആ ഒരു ഡിസെക്ഷൻ പ്രോസസ്സ് വളരെ സിമ്പിളായി തോന്നി. എനിക്ക് പരിചയമില്ലാതിരുന്ന പല സ്ട്രക്ചേഴ്സും എനിക്ക് വളരെ ഈസി ആയിട്ട് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ 6 വർഷം കൊണ്ട് എനിക്ക് സാധിക്കാതിരുന്ന എൻ്റെ പഠനം 2 വർഷം കൊണ്ട് 2022 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. 2022 നവംബർ മാസത്തിലാണ് എൻ്റെ ഗവേഷണം പൂർത്തിയാക്കി. മിനിഞ്ഞാന്ന്, അതായത് 15-ാം തീയതി, ഡിസംബർ 15-ാം തീയതി 2025 ഡിസംബർ 15-ാം തീയതിയാണ് എക്സാമിനേഴ്സ് ഒഫീഷ്യൽസൊക്കെ വന്നിട്ട് എൻ്റെ ഗവേഷണം അവർ പഠിച്ച് എനിക്ക് ഡോക്ടറേറ്റ് തരികയുണ്ടായി. ഇപ്പം ഞാൻ ഷീബ റഫേലല്ല,
നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഡോക്ടർ ഷീബ റാഫേലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ പഠനത്തിലൂടെ കേരളത്തിന്, ലോകത്തിന് തന്നെ കർത്താവിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് അത്രയും സങ്കീർണമാണ്. അപ്പോൾ ഞാൻ ദൈവത്തിന് വീണ്ടും വീണ്ടും നന്ദി പറയാണ്. ആ ഒരു സൃഷ്ടിയുടെ ചെറിയൊരു കണ്ണിക മാത്രമാണ് ഞാൻ പഠിച്ചത്. ആ ഒരു കണ്ണിക പഠിക്കാനായിട്ട് ഞാൻ ദീർഘമായിട്ടുള്ള 8 വർഷങ്ങളാണ് എടുത്തത്. അത് എൻ്റെ ഒരു കഴിവ് കൊണ്ട് ഞാൻ 6 വർഷം ഞാൻ വേസ്റ്റ് ചെയ്തു. പക്ഷെ ദൈവത്തിൻ്റെ കഴിവിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ അത്രയും സ്പീഡപ്പാക്കിയിട്ട് എൻ്റെ ഒരു ഗവേഷണം, എൻ്റെ പ്രബന്ധത്തിൽ 6 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ ഒരു 6 ചാപ്റ്റേഴ്സ് എനിക്കൊരു 2 വർഷം കൊണ്ട് എഴുതി തീർക്കാൻ സാധിച്ചു. അതുമാത്രമല്ല, ലോകത്തിന് അജ്ഞാതമായിട്ടുള്ള 2 പുതിയ സ്പീഷീസുകളെ എനിക്ക് ലോകത്തിന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 5 സ്പീഷീസും കേരളത്തിന് പുതിയതാണ്. കാരണം കേരളത്തിൽ 0 റിപ്പോർട്ടാണ്. എൻ്റെ ഗവേഷണത്തിന് മുമ്പ് കേരളത്തിൽ 0 റിപ്പോർട്ടായിരുന്നു. എൻ്റെ ഗവേഷണത്തിന് ശേഷം 5 സ്പീഷീസ് ഞാൻ റിപ്പോർട്ട് ചെയ്തില്ല. 5ഉം കേരളത്തിന് പുതിയതാണ്. അതിൽ 2 എണ്ണം ലോകത്തിന് തന്നെ എനിക്ക് സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് പറ്റി. അത് എൻ്റെ മാതാവിൻ്റെയും എൻ്റെ പൊന്നു തമ്പുരാൻ്റെയും സാന്നിധ്യം കൊണ്ടും സഹായം കൊണ്ടും മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, എൻ്റെ ഓപ്പൺ ഡിഫൻസ് മിനിഞ്ഞാന്നായിരുന്നു. അപ്പോൾ ഞാനൊരു അധ്യാപികയാണെങ്കിലും ഒഫീഷ്യൽസൊക്കെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഗൈഡിനും ഉണ്ടായിരുന്നൊരു ടെൻഷൻ. നന്നായിട്ട് തന്നെ ഗവേഷണം പൂർത്തിയാക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ ഷീബയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ ഗൈഡിന് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ടാണ് ആ സ്റ്റേജിൽ കയറുന്ന വരയ്ക്കും എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ കാശുരൂപം പിടിച്ച് ഞാൻ ആ സ്റ്റേജിലേക്ക് എൻ്റെ പ്രബന്ധം അവതരിപ്പിക്കാനായിട്ട് കയറിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. ഒരു ആത്മാവിൻ്റെ അരൂപി എന്നെ മേലിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് ഒരു ഫീലിംഗ് എനിക്ക് നന്നായിട്ടുണ്ടായി. വളരെ കൂളായിട്ട് എനിക്ക് അവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ നന്നായിട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റി. എൻ്റെ ഡിസ്കവറീസ് എല്ലാം ആ ഒരു ക്രൗഡിൻ്റെ മുമ്പിൽ വളരെ സ്മൂത്തായിട്ട് എനിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ടും സാധിച്ചു. എന്നെ ഈ ഒരു നിലയിലേക്ക് ഉയർത്തിയ എൻ്റെ തമ്പുരാന് എനിക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരു നവീകരണമാണ്, ജീവിത നവീകരണമാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി പക്ഷേ ഞാൻ സമയമൊന്നും സ്പെൻഡ് ചെയ്യാറില്ല. സമയം കിട്ടുമ്പോൾ മിക്കവാറും സൺഡേസ് മാത്രമാണ് ഞാൻ കുർബാനയ്ക്ക് പോകാറുള്ളൂ. ബൈബിൾ വായന തീരെയില്ല. കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് വായിക്കുന്ന 2-3 മിനിറ്റ് ആ ഒരു ബൈബിൾ റീഡിങ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ തൃശ്ശൂർ ഇത്ര അധികം പള്ളികളുണ്ടോ എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ്. കാരണം എനിക്ക് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ആ ഒരു ദിവസം എനിക്ക് ഇൻകംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ പള്ളികളിലെയും ടൈമിങ്സൊക്കെ ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് എനിക്കൊരു ടൈം ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത ടൈമിലോട്ട് ഞാൻ കടന്ന് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയിട്ട് ഞാൻ വിശുദ്ധ ബലി അർപ്പിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായാലും അതുവരെ എനിക്ക് സമയമില്ല. എനിക്ക് കുമ്പസാരിക്കാൻ സമയമില്ല, എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല. അപ്പോൾ ഇപ്പോഴും എനിക്ക് ജോലി തിരക്കാണ്. ഇപ്പോഴും എനിക്ക് ജോലി തിരക്കുണ്ട്. ഞാൻ ഗവേഷണം ചെയ്യുന്നുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, എനിക്ക് 2 മക്കളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. പക്ഷേ ഈ ജോലി തിരക്കിനിടയിലും എനിക്കിപ്പോൾ സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തോട് കൂടിയായിരിക്കുമ്പം എനിക്ക് ലഭിക്കുന്ന ഒരു മാനസികമായിട്ടൊരു സന്തോഷം എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിന്, മാധവന് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഞാൻ എത്ര വളർന്നു വന്നാലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എന്നെ തുടർന്ന് കൊണ്ടുപോകണമേ എന്ന് ഞാൻ അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. കാരുണ്യ പ്രവർത്തികൾ ഞാനൊരു ടീച്ചിങ് ഫീൽഡിലായിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് സ്ഥലങ്ങളിലോട്ട് പോയിട്ട് എനിക്ക് രോഗികളെ കാണേണ്ട ആവശ്യമില്ല. പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട പല വ്യക്തികളും എന്നെ ഇങ്ങോട്ട് പലപ്പോഴും അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. സ്റ്റുഡൻസിനെ ആയാലും എനിക്ക് പറ്റുന്ന രീതിയിൽ വീക്കായിട്ടുള്ള കുട്ടികളെ ഞാൻ അവർക്ക് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കും. അപ്പോൾ അവരെ എന്നോടൊപ്പം ചേർത്ത് നിർത്താനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ബൈബിൾ വായന ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ എല്ലാ മാസവും പത്രം ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി സ്പീഡായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. കാരണം പല സ്ഥലങ്ങളിലും പത്രം കൊടുക്കുമ്പോൾ അവർ പത്രം വാങ്ങുമെങ്കിലും ഞാൻ നടന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ പല സ്ഥലങ്ങളിലും അത് അങ്ങനെ എറിഞ്ഞ് കളയുന്ന ഒരു ടെൻഡൻസി ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് എന്താ പറയുക ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അപ്പോൾ പലപ്പോഴും ഞങ്ങളുടെ വീടിനടുത്തുള്ള ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും അതുപോലെ ഓട്ടോറിക്ഷ ഇടുന്ന ആ സ്ഥലങ്ങളിലും ഞാൻ പിന്നെ ഷോപ്പിൽ പോകുമ്പം അവിടെയുള്ളവർക്കാണ് എനിക്ക് തോന്നണം ഒരു വ്യക്തിനെ കാണുമ്പം അവരത് വായിക്കും എന്നെനിക്ക് ഉറപ്പുള്ള ആളുകൾക്ക് മാത്രമാണ് ഞാൻ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഒത്തിരി ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഒരു പ്രോസസ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ലാഗ് വരുത്തിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും എൻ്റെ പൊന്നു തമ്പുരാനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനും ഭാഗ്യം തന്നതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഫ്രെനി. ഞാൻ അരൂർ സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് ഇടവാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒക്ടോബർ മാസം 2023 എൻ്റെ ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു എനിക്ക് ജർമ്മൻ എക്സാം പാസ്സാവണം, ജർമ്മനിയിൽ പോകണമെന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ജർമ്മൻ പഠിക്കാൻ കയറിയത്. ഞാൻ ഓൺലൈനിലായിട്ടാണ് പഠിച്ചത്. എനിക്കപ്പോൾ കുർബാന കൂടാനും കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കുകൊള്ളാൻ പറ്റി. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ തിരഞ്ഞെടുത്തത്. എക്സാം ജർമ്മൻ പഠിച്ചു. അതിനുശേഷം എക്സാം എഴുതാൻ ഡേറ്റ് കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടി. ഞാൻ 3-4 തവണ എക്സാം എഴുതിയെങ്കിലും പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ ബാംഗ്ലൂർ എക്സാം എഴുതിയാൽ പെട്ടെന്ന് റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ എക്സാമിന് ഡേറ്റ് എടുത്ത് എക്സാം എഴുതി. രണ്ടാമത്തെ ദിവസം റിസൾട്ട് വന്ന് ഞാൻ മാതാവിനോട് 60 മാർക്കാണ് ചോദിച്ചത്. മാതാവ് എനിക്ക് 3 മാർക്കും കൂടെ കൂട്ടി തന്ന് എന്നെ പാസ്സാക്കി തന്ന്. അവിടെ വെച്ച് എനിക്ക് ചെറിയ അടയാളങ്ങളൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അടയാളങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. പിന്നെ എൻ്റെ പ്രോസസ്സിങ് ആയിരുന്നു. പ്രോസസ്സിങ് നല്ല രീതിയിൽ തന്നെ നടന്ന്. പിന്നെ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത്. ഇൻ്റർവ്യൂസ് പാടായിരുന്നു. കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തായിരുന്നു ഞാൻ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അത് പാസ്സായി. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ബെർലിനിൽ പോകണമെന്നായിരുന്നു. അതേപോലെ തന്നെ ബെർലിനിലേക്കാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്നത്. ഇൻ്റർവ്യൂസ് പാസ്സായിക്കതിന് ശേഷം പിന്നെ വിസക്ക് ഡേറ്റ് എടുക്കണമായിരുന്നു. വിസക്ക് ഡേറ്റ് എടുക്കാൻ 8-9 മാസത്തോളം വെയിറ്റ് ചെയ്ത് കുറേ നാൾ കാത്തിരുന്നിട്ട് എനിക്ക് കൊച്ചിയിൽ വേണമെന്നായിരുന്നു ഞാൻ പറഞ്ഞയച്ചത്. അപ്പോൾ എനിക്ക് കൊച്ചിയിൽ തന്നെ അമ്മ മാതാവ് തന്ന ഡേറ്റ്. അങ്ങനെ കൊച്ചിയിൽ വിസക്ക് എനിക്ക് നവംബർ 21 വിസക്ക് സബ്മിഷന് ഡേറ്റ് കിട്ടിയത്. അമ്മ മാതാവിൻ്റെ സമർപ്പണ തിരുനാളിൻ്റെ അന്ന് ഞാൻ സബ്മിഷന് പോയപ്പോൾ ഉടമ്പടി തൈലം കാശുരൂപമൊക്കെ പിടിച്ച് ഉപ്പൊക്കെ വിതറിയാണ് ഞാൻ VFSൽ കയറിയത്. സബ്മിഷൻ എല്ലാം കഴിഞ്ഞ് എനിക്ക് 48-ാം ദിവസമാണ് എനിക്ക് വിസ വന്നത്. കുറേ വൈകിയപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു, വിസ റിജക്ഷൻ ആവോ. പിന്നെ എനിക്ക് മുമ്പേ കഴിഞ്ഞ് വെച്ച പിള്ളേർക്കൊക്കെ വിസ പെട്ടെന്ന് വന്നായിരുന്നു. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, വരുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് 48-ാം ദിവസം വിസ വന്ന്. ഞങ്ങൾക്ക് 48 ദിവസവും ഒരു നേരം ഉപവസിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞാനും അമ്മയും. പിന്നെ ഞാൻ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞായിരുന്നു ഒരു 6 എന്നുള്ളൊരു നമ്പർ. അപ്പോൾ എൻ്റെ എല്ലാം നടന്നത് ഒരു 6 എന്നുള്ള സമയം. പിന്നെ എനിക്ക് വിസ ഡിസ്പാച്ച് ആയത് ഒരു 6-ാം തീയതിയാണ്. പിന്നെ അങ്ങനെ എൻ്റെ എല്ലാ കാര്യവും ശരിയായി. ഞാൻ ടിക്കറ്റ് എടുത്ത് ഞാൻ ഈ മാസം 30-ാം തീയതി ജർമ്മനിയിലേക്ക് പോകണേണ്. എൻ്റെ രണ്ടാമത്തെ ഒരു നിയോഗമായിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നുള്ളത്. എനിക്ക് 2ഉം 4ഉം കിട്ടണമെന്നുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പേടിയായിരുന്നു, ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ ഡ്രൈവിങ് പഠിച്ച് ഡ്രൈവിങ് ടെസ്റ്റിന് പോയി. 2ഉം കിട്ടി, Hഉം കിട്ടി. പക്ഷെ റോഡ് പോയി. എന്നാലും പിന്നെ അറ്റൻഡ് ചെയ്യാനൊരു ടെൻഷനായിരുന്നു. എന്നാലും എടുത്തിട്ട് ജർമ്മനിയിലേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ രണ്ടാമത് ഡേറ്റ് എടുത്തെങ്കിലും താല്പര്യമില്ലാണ്ടാണ് ഞാൻ പോയത്. ടെസ്റ്റിന് കിട്ടിയ സാറ് ഇച്ചിരി ചൂടായിട്ടുള്ളൊരു സാറായിരുന്നു. എന്നാലും ഞാൻ സെക്കൻഡ് ബാച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു ദേഷ്യപ്പെട്ടുള്ളൊരു സാറ്, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ആ സാറ് തന്നെയായിരുന്നു. അപ്പോൾ ആ സാറിനെ തന്നെ കിട്ടല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. മാതാവ് എനിക്ക് നല്ല ഈശോനെ പോലത്തെ ഒരു സാറിനെ തന്ന്. അങ്ങനെ ഞാൻ ടെസ്റ്റിന് കയറി. മാതാവ് വേണം ഓടിക്കാൻ, എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ മാതാവാണ് ഓടിച്ചത്. ഞാൻ അങ്ങനെ പാസ്സായി. എനിക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസും കിട്ടി എനിക്ക്. പിന്നെ മൂന്നാമത്തെ ഒരു നിയോഗമായിരുന്നു
എൻ്റെ അപ്പൻ്റെ കയ്യിൽ ചെറിയൊരു മുഴയുണ്ടായിരുന്നു. അപ്പം ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമൊക്കെ ഉടമ്പടി തൈലം പുരട്ടി ഉപ്പൊക്കെ കൊടുക്കും, തേനൊക്കെ കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ മുഴയും മാറി കിട്ടി. പിന്നെ എനിക്ക് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും പ്രാർത്ഥിച്ച് യൂറിൻ ഇൻഫെക്ഷൻ, പിന്നെ പനി എല്ലാ മാസവും വരുമായിരുന്നു, അതൊക്കെ മാറിക്കിട്ടി. ഇത്രയും കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചത്, ഞങ്ങൾ കൾട്ടസിൽ പെരുമ്പടപ്പ് കൾട്ടസിൽ പോയി രോഗികൾ അവിടുത്തെ അമ്മമാരെ ഞാൻ ശുശ്രൂഷിക്കുമായിരുന്നു, കുളിപ്പിക്കുമായിരുന്നു, എല്ലാ ആഴ്ചയിലും പോകുമായിരുന്നു. അവിടെ പറ്റുന്ന രീതിയിൽ ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്ത് അവരങ്ങനെ സഹായിക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. കുട്ടികളെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അനാഥാലയത്തിൽ, പിന്നെ മരിയൻ സദനത്തിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള രോഗികളെയൊക്കെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേർച്ച വസ്തുക്കളായ ഉപ്പ്, തേൻ, കാശുരൂപമൊക്കെ ഞങ്ങൾ ആവശ്യമുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയ സമയത്ത് ഞാൻ എക്സാം പാസ്സായ സമയത്ത് ഒരു നേർച്ച നേർന്നിരുന്ന പോലെ ഒരാഴ്ച വന്ന് ഇവിടെ പ്രേക്ഷിത വേല ചെയ്തോളാം എന്നുള്ളത്. അങ്ങനെ ഇവിടെ വന്ന് പത്രം മടക്കാനൊക്കെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്ക് മാതാനും കൂടാനും നന്ദി. ഞാൻ ഇനിയും ജർമ്മനിയിൽ ചെന്നിട്ട് ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കും. അത് എനിക്കൊരു നേഴ്സായിട്ട് വന്ന് ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയും.